ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോ വേരിയസ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വേരിയസ് ടൈപ്പ് ഓഫ് റിസപ്റ്റർ നമ്മൾ ഡ്രഗായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു മെക്കാനിസമാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് സെൽ സിഗ്നലിങ്ങിനെ കുറിച്ചിട്ട് അറിയണം. അപ്പോൾ എന്താണ് ഈ സെൽ സിഗ്നലിംഗ്? അപ്പോൾ ഈ സെല്ല് മറ്റൊരു സെല്ലായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ സിഗ്നലിംഗ് മോളിക്യൂൾസ് വഴിയാണ് സെല്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേജസ് ഓഫ് സിഗ്നൽ റിസപ്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ടാർഗറ്റ് സെല്ല് സിഗ്നലിനെ റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ ഈ ടാർഗറ്റ് സെല്ല് സിഗ്നൽ റിസീവ് ചെയ്യുന്നത് താഴെ പറയുന്ന 3 സീക്വൻഷ്യൽ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റിസപ്ഷൻ, സെക്കൻഡ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ റെസ്പോൺസ്. ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് ലാസ്റ്റ് റെസ്പോൺസിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് റിസപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സിഗ്നൽ മോളിക്യൂള് സ്പെസിഫിക് റിസപ്റ്റർ, അതായത് ടാർഗറ്റ് സെല്ലിലുള്ള സ്പെസിഫിക് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിസപ്ഷന്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ ഈ നമ്മുടെ ലിഗാൻഡ് ഇപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസപ്റ്ററിൽ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. അതുവഴി റിസപ്റ്റർ ആക്ടിവേറ്റ് ആവും. അത് ലിഗാൻഡ് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യും. ആ സമയത്ത് റിസപ്റ്ററിന് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. പിന്നെ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ ആക്ടിവേഷൻ സമയത്ത് ട്രാൻസ്ഡക്ഷന് ഇനീഷ്യേറ്റ് ആവും. ഈ ട്രാൻസ്ഡക്ഷൻ പറഞ്ഞാൽ എന്താ? ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ് ട്രാൻസ്ഡക്ഷന്. ഇതിൽ സെവറൽ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ റിയാക്ഷനിൽ സെവറൽ മോളിക്യൂൾസ് ഉണ്ടാവും. ഇപ്പോൾ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്, സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മുടെ ടാർഗറ്റ് സെല്ലിലുള്ള സിഗ്നൽ ഒരു സ്പെസിഫിക് സെല്ലുലാർ റെസ്പോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അതായത് സിഗ്നൽ റിസീവ് ചെയ്തെങ്കിൽ മാത്രമാണ് സെല്ലുലാർ റെസ്പോൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ ഒരു സെല്ലുലാർ റെസ്പോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്പെസിഫിക് സെല്ലുലാർ റെസ്പോൺസ് അത് എലിസിറ്റ് ചെയ്യുക. ഈ സിഗ്നൽ മോളിക്യൂള് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ സിഗ്നൽ മോളിക്യൂള് എന്തായി മാറും എന്ന് പറഞ്ഞു? സ്പെസിഫിക് സെല്ലുലാർ റെസ്പോൺസായി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ അത് എലിസിറ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ സ്റ്റെപ്പാണ് റെസ്പോൺസ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇത്. അതാണ് സെല്ലാണ്. ആരോ മാർക്കിൽ കാണുന്നത് റെസ്പോൺസ്, പിന്നെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഉണ്ട്, സിഗ്നൽ മോളിക്യൂൾ ഉണ്ട്, പിന്നെ വി ഷേപ്പിൽ ഷോ ചെയ്യുന്നത് റിസപ്റ്ററാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താ? സിഗ്നൽ മോളിക്യൂള് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് സെല്ലാർ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസപ്റ്റർ മെയിനായിട്ട് 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ, സെക്കൻഡ് വൺ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്, തേർഡ് വൺ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് ആൻഡ് ഫോർത്ത് വൺ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. ഓരോ റിസപ്റ്റേഴ്സിൽ നടക്കുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ. ഈ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആർ പെൻഡാമറിക് ഇൻ നേച്ചറാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 5 സബ്യൂണിറ്റ്സ്. പെൻഡാന്ന് മീൻസ് 5 അല്ലേ? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 5 സബ്യൂണിറ്റ്സ്. പിന്നെ ഇതിന് സെൻട്രൽ പോറ് പ്രസൻ്റ് ആണ്. അതിലൂടെയാണ് അയോൺസിൻ്റെ ഫ്ലോ എല്ലാം നടക്കുന്നത്. പിന്നെ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് എക്സ്ട്രാ സെല്ലുലർലിയാണ്, അതായത് സെല്ലിൻ്റെ പുറത്ത്. ഇതാണ് ഒരു ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്ററിൻ്റെ ഡയഗ്രാം. സോറി, ഇതിൽ പ്രിൻറ്റിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ ഫിഗർ ഒന്ന് ക്ലിയർ ആവാത്തത്. ബട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് കണ്ടോ? അത് സെല്ലിൻ്റെ ഔട്ട് സൈഡ് എക്സ്ട്രാ സെല്ലുലറിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അയോൺ കണ്ടക്റ്റിംഗ് പോറ് ഓൾറെഡി പറഞ്ഞു, സെൻട്രൽ പോറ് പ്രസൻ്റ് ആണെന്ന്. അത് ആണ് അയോൺ കണ്ടക്റ്റിംഗ് പോറ്. പിന്നെ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ലിഗാൻഡ് എന്ത് ചെയ്യും? ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് എവിടെയാണ്? എക്സ്ട്രാ സെല്ലുലർലി പ്രസൻ്റ് ആയിട്ടുള്ള ഈ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് നമ്മളെ ലിഗാൻഡ്, അതായത് അഗണിസ്റ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യും. ആ സമയത്ത്
നമ്മൾ ഈ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലുണ്ടല്ലോ, ആ അയോൺ ചാനൽ ഓപ്പൺ ആവും. അപ്പോൾ അതിലൂടെ സ്പെസിഫിക് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഫ്ലോ ഉണ്ടാവും. അങ്ങനെ ഡീപോളറൈസേഷൻ ഓർ ഹൈപ്പർ പോളറൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതുവഴിയാണ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് മെക്കാനിസം ഷോ ചെയ്യുന്ന ഡയഗ്രാം. ലിഗാൻഡ് എക്സ്ട്രാ സെല്ലാർലി പ്രസൻ്റ് ആയിട്ടുള്ള ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അയോൺ ചാനൽ ഓപ്പൺ ആവും. സ്പെസിഫിക് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും ത്രൂ ദിസ് അയോൺ ചാനൽ. പിന്നെ അങ്ങനെ മൂവ്മെൻറ്റ് കാരണം ഹൈപ്പർ പോളറൈസേഷൻ ഓർ ഡീപോളറൈസേഷൻ സംഭവിക്കും. അതുവഴി റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റർ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലാർജ് ഗ്രൂപ്പ് ഓഫ് സെൽ മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ആണ്. ഇവിടെ ജി പ്രോട്ടീൻസ് കാണപ്പെടുന്നത് സെല്ലിൻ്റെ അകത്താണ്, അതായത് സൈറ്റോപ്ലാസ്മിക് സൈഡ് ഓഫ് ദ സെല്ലിലാണ് ജി പ്രോട്ടീൻസ് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജി പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുമ്പോൾ ഈ അഡിനൈലേറ്റ് സൈക്ലേസ്, ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് അല്ലെങ്കിൽ അയോൺ ചാനൽ പാത്വേ, ഇതിലേതെങ്കിലും ഒരു പാത്വേ ആക്ടിവേറ്റ് ആവും. ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പാത്വേയും കൂടി ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ ആക്ടിവേഷൻ ഓഫ് ദിസ് പാത്വേസ് ഒക്കോ ത്രൂ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് വഴിയാണ് ഈ പാത്വേൻ്റെ ആക്ടിവേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ഏതൊക്കെയാണ്? സൈക്ലിക് AMP ഓർ CAMP, ഇനോസിറ്റോൾ 135 ട്രൈഫോസ്ഫേറ്റ്, ഡൈഅസൈൽ ഗ്ലിസറോൾ. ഈ 3 സെക്കൻഡറി മെസ്സഞ്ചേഴ്സിലൂടെയാണ് ഈ പാത്വേ ഇനീഷ്യേറ്റ് ആകുന്നത്. ഇനി നമുക്ക് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയേണ്ടത്. ഒരു 10 മാർക്സിനെല്ലാം ഈ ക്വസ്റ്റ്യന് വന്നാൽ അതിനനുസരിച്ച് എഴുതണം. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് GPCR എന്ന് പറയുന്നത് 7 ആൽഫ ഹെലിക്കൽ മെംബ്രെയിനാണ് GPCR, അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇതിലെന്തുണ്ട്? അമിനോ ആസിഡ് സെഗ്മെൻ്റ് ഉണ്ട്. അമിനോ ആസിഡ് സെഗ്മെൻറ്റിൽ 3 സെഗ്മെൻറ്റ്സ് എക്സ്ട്രാ സെല്ലാർ ലൂപ്പാണ്, പിന്നെ 3 ഇൻട്രാ സെല്ലാർ ലൂപ്പായിട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അഗോണിസ്റ്റ് ടു ബൈൻഡിങ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ സെല്ലാർ സൈഡിലാണ്. നേരത്തെ ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനലിലും അഗോണിസ്റ്റ് ടു ബൈൻഡിങ് സൈറ്റ് എക്സ്ട്രാ സെല്ലാർ സൈഡിൽ തന്നെയായിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ജി പ്രോട്ടീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൈറ്റോപ്ലാസ്മിക് സൈഡ്, അതായത് ഇൻസൈഡ് ഓഫ് ദ സെല്ലിലാണ് ജി പ്രോട്ടീന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ജി പ്രോട്ടീൻസ് എന്താണ്? പ്രോട്ടീൻസ് ആണല്ലേ. ഇനി ജി പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞത് GPCRൻ്റെ സ്ട്രക്ചറായിരുന്നു. ഇനി ജി പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ ജി പ്രോട്ടീനിൽ ജി റെഫേഴ്സ് ടു ഗ്വാനോസിൻ ഡൈ ഓർ ട്രൈഫോസ്ഫേറ്റ്. ഈ ജി പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോ ട്രൈമറിക് മോളിക്യൂളാണ്. ഇതിലെന്തുണ്ട്? ആൽഫ, ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ്സ്. ഈ ജി പ്രോട്ടീനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ആൽഫ സബ് യൂണിറ്റ്. ആൽഫ സബ് യൂണിറ്റിൻ്റെ ബേസിൽ ജി പ്രോട്ടീൻസിനെ GI, GS ആൻഡ് GQ എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GI എന്ത് ചെയ്യും? അഡിനൈലേറ്റ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. GS എന്ത് ചെയ്യും? അഡിനൈലേറ്റ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. ഇൻഹിബിറ്റ് ചെയ്യുന്നത് GI ആണ്, I ഇൻഹിബിറ്റ് അല്ല, S സ്റ്റിമുലേറ്റ്. അപ്പോൾ അഡിനൈലേറ്റ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് GS. ഇനി നെക്സ്റ്റ് GQ ആണെങ്കിൽ ഫോസ്ഫോലിപ്പേസ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ജി പ്രോട്ടീനാണ് GQ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്. ഇപ്പോൾ ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിലെ ഫങ്ഷനിൽ 2 ഫേസാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. ഈ ഒരു ഫേസ് സൈക്കിൾ രൂപത്തിലാണ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് ഏതൊക്കെയാണ്? റെസ്റ്റിംഗ് ഫേസ് ആൻഡ് ആക്റ്റീവ് ഫേസ്. ഈ റെസ്റ്റിംഗ് ഫേസ് ആൻഡ് ആക്റ്റീവ് ഫേസിലൂടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. റെസ്റ്റിംഗ് ഫേസിലാണെങ്കിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ റെസ്റ്റിംഗ് ഫേസിലാണുള്ളതെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്? ജി പ്രോട്ടീനിൽ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിൽ ആൽഫ സബ് യൂണിറ്റ് GDP മോളിക്യൂളായിട്ട് അറ്റാച്ച് ചെയ്യും റെസ്റ്റിംഗ് ഫേസിൽ. ആൽഫ സബ് യൂണിറ്റ് GDP മോളിക്യൂളിൽ
പോയിട്ട് അറ്റാച്ച് ചെയ്യും. പിന്നെ നമ്മൾ അഗണിസ്റ്റ് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെ റിസപ്റ്റർ ആക്ടിവേറ്റ് ആവുമ്പോൾ സൈറ്റോപ്ലാസ്മിക് ജി പ്രോട്ടീനും കൂടി ആക്ടിവേറ്റ് ആവും. പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ GDP മോളിക്യൂൾ, അതായത് ആൽഫ ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള GDP മോളിക്യൂൾ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ഇൻട്രാസെല്ലാർ GTP ആയിട്ട് അത് റീപ്ലേസ്ഡ് ആവും. അപ്പോൾ ഇപ്പോൾ എന്ത് ഫോം ചെയ്തു? GTP ആൽഫ ബീറ്റ ആൻഡ് ഗാമ ട്രൈമർ ഫോം ചെയ്തു. ഇതെന്ത് ചെയ്യും, നമ്മൾ റിസപ്റ്ററിൽ പോയിട്ട് അറ്റാച്ച്ഡ് ആവും. ഇതിൽ ആൽഫ GTP കോംപ്ലക്സ് GTP ട്രൈമർ എന്ന് പറയുമ്പോൾ GTP ആൽഫ ബീറ്റ ആൻഡ് ഗാമ മൂന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് GTP ട്രൈമർ. അപ്പോൾ ഈ GTP ട്രൈമറിൽ നിന്ന് ആൽഫ GTP കോംപ്ലക്സ് മാത്രം ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് താഴെ പറയുന്നത്, ഇനി അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു പാത്വേ ഫോളോ ചെയ്യും. അപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ, റെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ ആൽഫ സബ് യൂണിറ്റ് GDP മോളിക്യൂളായിട്ട് അറ്റാച്ച് ചെയ്യും റെസ്റ്റിംഗ് ഫേസിൽ. പിന്നെ നമ്മുടെ അഗോണിസ്റ്റ് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആവും. അത് എല്ലാ റിസപ്റ്റേഴ്സും അങ്ങനെ തന്നെയല്ലേ, അഗോണിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റഡ് ആവും. ആ സമയത്ത് നമ്മൾ ജി പ്രോട്ടീനും കൂടി, സൈറ്റോപ്ലാസ്മിക് സൈഡിലുള്ള ജി പ്രോട്ടീനും കൂടി ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയെങ്കിൽ നമ്മൾ GDP മോളിക്യൂൾ, അത് ആൽഫ ബീറ്റ ഗാമ സബ് യൂണിറ്റ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ GDP മോളിക്യൂൾ ഇൻട്രാസെല്ലാർ GTP ആയിട്ട് റീപ്ലേസ് ആവും. അപ്പോൾ ഈ GTP ആൽഫ ബീറ്റ ഗാമ ട്രൈമർ റിസപ്റ്ററിൽ പോയിട്ട് അറ്റാച്ച്ഡ് ആവും. പിന്നെ ആൽഫ GTP കോംപ്ലക്സ് GTP ട്രൈമറിൽ നിന്നും ഡിറ്റാച്ച് ആവും. എന്നിട്ട് ഫോളോയിങ് പാത്വേ, ഏതെല്ലാം പാത്വേസ് ആണുള്ളത്? അഡിനൈലേറ്റ് സൈക്ലേസ് പാത്വേ ഉണ്ട്, ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് പാത്വേ ഉണ്ട്, പിന്നെ അയോൺ ചാനൽ. ഇങ്ങനെ 3 പാത്വേ ആണ് ഉള്ളത്. ഫസ്റ്റ് അഡിനൈലേറ്റ് സൈക്ലേസ് പാത്വേൻ്റെ മെക്കാനിസമാണ് നോക്കുന്നത്. നമുക്കറിയാം അഡിനൈലേറ്റ് സൈക്ലേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അപ്പോൾ ഈ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മളെ ജി പ്രോട്ടീൻസ് ആണ് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അഡിനൈലേറ്റ് സൈക്ലേസ് ആക്ടിവേറ്റഡ് ആവുമ്പോൾ നമ്മൾ ഇൻട്രാസെല്ലാർ കോൺസെൻട്രേഷൻ ഓഫ് CAMP, സൈക്ലിക് AMP ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ ഈ സൈക്ലിക് AMP ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും? പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. ഈ പ്രോട്ടീൻ കൈനേസ് ഒന്നെങ്കിൽ എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പാത്വേയിലൂടെ. അപ്പോൾ ഈ പാത്വേ ടെർമിനേറ്റ് ആകുന്നത് എങ്ങനെയാണ്? അപ്പോൾ GI പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജി പ്രോട്ടീനെ എഗെയിൻ ക്ലാസിഫൈഡ് ടു GI, GQ ആൻഡ് GS എന്നല്ല. GI എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് അഡിനൈലേറ്റ് സൈക്ലേസ്. അപ്പോൾ അഡിനൈലേറ്റ് സൈക്ലേസ് ഇങ്ങനെ ഇൻഹിബിറ്റഡ് ആകുമ്പോൾ നമ്മുടെ സെല്ലിനകത്തുള്ള CAMPൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആവും. അപ്പോൾ ആക്ഷനല്ല, സെല്ലുലാർ റെസ്പോൺസൊക്കെ കഴിഞ്ഞിട്ട് CAMP എന്തായി മാറും? 5-AMP ആയിട്ട് മാറും. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഫോസ്ഫോഡയസ്റ്ററേസ്. ഇങ്ങനെയാണ് ആക്ഷന് ടെർമിനേറ്റഡ് ആകുന്നത്. ഇനി നെക്സ്റ്റ് പാത്വേ ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് പാത്വേ. ഈ ഫോസ്ഫോലിപ്പേസ് സൈക്ലേസിൻ്റെ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജി പ്രോട്ടീനാണ് GQ പ്രോട്ടീൻ അല്ലേ. അപ്പോൾ അങ്ങനെ അഗോണിസ്റ്റ് നമ്മൾ GPCR റിസപ്റ്ററായിട്ട് വിച്ച് ഈസ് ലിങ്ക്ഡ് ടു GQ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യും. എന്തായിട്ടാണ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത്? PIP2 ടു DAG ആൻഡ് IP3. PIP2 എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡാണ്. എന്താ PIP2? ഫോസ്ഫോറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5 ഡൈഫോസ്ഫേറ്റ് ആണ് PIP2. അപ്പോൾ അത് ഹൈഡ്രോലൈസ് ആവും ഇൻ ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ്. ഹൈഡ്രോലൈസ് ആയിട്ട് ഡയസൈൽ ഗ്ലിസറോൾ, അതായത് DAG ആൻഡ് ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് ആയി മാറും. അതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയസൈൽ ഗ്ലിസറോൾ എന്ത് ചെയ്യും? പ്രോട്ടീൻ കൈനേസ് C അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഈ പ്രോട്ടീനെ അല്ലെങ്കിൽ എൻസൈമിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അങ്ങനെയാണ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആര്? DAG റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോട്ടീൻ കൈനേസ് Cനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് പ്രോട്ടീനെ അല്ലെങ്കിൽ എൻസൈമിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യിപ്പിക്കും. അതുവഴി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് ആണെങ്കിൽ
ഇറ്റ് ഡിഫ്യൂസസ് ഇൻ ടു ദ സൈറ്റോപ്ലാസത്തിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് കാൽഷ്യം അയണിൻ്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ കാൽഷ്യം അയൺ റിലീസ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ലെവൽ ഇൻക്രീസ് ആവൂലേ. കാൽഷ്യം അയൺ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ ഇൻക്രീസ് ആവും. ഇനി നമ്മൾ ഈ കാൽഷ്യം അയൺ കാമോഡിൻ എന്ന് പറയുന്ന പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് വേരിയസ് എൻസൈംസിൻ്റെ ആക്ടിവേഷൻ ഉണ്ടാവും, അതുവഴി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഹൈഡ്രോലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഡൈഅസൈൽ ഗ്ലിസറോൾ ആൻഡ് ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് ചെയ്യുന്ന മെക്കാനിസം. ഇത് രണ്ടുമാണ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു മെക്കാനിസമാണ് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോസ്ഫോലിപ്പേസ് സൈക്ലേസ് പാത്വേൻ്റെ ആക്ഷൻ എങ്ങനെയാണ് ടെർമിനേറ്റഡ് ആകുന്നത്? അത് IP3 എന്താവും, ഡീഫോസ്ഫോറിലേറ്റ് ആവും. IP3 ഡീഫോസ്ഫോറിലേറ്റ് ആയെങ്കിൽ ഇനോസിറ്റോൾ ആയിട്ട് മാറും. ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് അല്ലേ, അപ്പോൾ ഇതിൽ ഫോസ്ഫറസ് ഗ്രൂപ്പ് റിമൂവ് ആയെങ്കിൽ ഇനോസിറ്റോളായി മാറും. ഇനോസിറ്റോൾ പിന്നെ ഫോസ്ഫാറ്റിഡയിൽ ഇനോസിറ്റോൾ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അതുവഴിയാണ് ആക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫോസ്ഫോറിലേഷൻ ഓഫ് DAG ഡൈഅസൈൽ ഗ്ലിസറോൾ ഫോസ്ഫോറിലേറ്റ് ആയെങ്കിലും ആക്ഷൻ ടെർമിനേറ്റഡ് ആവും. അതായത് DAGനെ ഫോസ്ഫോറിലേറ്റ് ആക്കിയെങ്കിൽ എന്താവും, ഫോസ്ഫാറ്റിഡിക് ആസിഡ്, അത് പിന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ആക്ഷൻ ടെർമിനേറ്റഡ് ആവും. പിന്നെ ലാസ്റ്റ് വൺ ഡീഅസൈലേഷൻ ഓഫ് DAG. ഇപ്പോൾ DAG എന്താ, ഡൈഅസൈൽ ഗ്ലിസറോൾ. ഇതെല്ലാം അസൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ടാകുമ്പോഴും എന്താവും, ആക്ഷൻ ടെർമിനേറ്റഡ് ആവും. DAG ഈസ് കൺവേർട്ടഡ് ഇൻ ടു അര. ഡീഅസൈലേഷൻ സംഭവിച്ചിട്ടാകുമ്പോൾ കൺവേർട്ട് ആകുന്നത് അരയായിട്ടാണ്. അങ്ങനെ ആക്ഷൻ ടെർമിനേറ്റഡ് ആവും. നെക്സ്റ്റ് അയോൺ ചാനൽ. അപ്പോൾ ഈ പാത്വേയിൽ ഒരു സെക്കൻഡറി മെസ്സഞ്ചറും ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു പാത്വേ അല്ല അയോൺ ചാനൽ പാത്വേ എന്ന് പറയുന്നത്. റിസപ്റ്ററാണ് അയോൺ ചാനൽസിൻ്റെ റെഗുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അയോണിൻ്റെ ഫ്ലോസെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് റിസപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഏതെല്ലാം അയോണിൻ്റെ പൊട്ടാഷ്യം, കാൽഷ്യം പോലെയുള്ള അയോൺ ചാനലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസപ്റ്റർ ഡയറക്റ്റ്ലി തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സിൻ്റെ മെക്കാനിസം ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ഇത്. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിസപ്റ്ററാണ് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. എൻസൈമാറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു റിസപ്റ്ററാണ്, പേര് പോലെ തന്നെ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് ജാക്ക് എന്ന് പറയുന്ന എൻസൈമാണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സ് ആർ ട്രാൻസ്മെംബ്രെയിൻ റിസപ്റ്റർ ആണ്. ഇപ്പോൾ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് എക്സ്ട്രാ സെല്ലാർ സൈഡിലാണ്. ഇനി ഇൻട്രാ സെല്ലാർ സൈഡിലാണെങ്കിൽ ഡൊമൈനിലാണെങ്കിലാണ് എൻസൈം ആക്ടിവിറ്റി ഉള്ളത്. എക്സ്ട്രാ സെല്ലാർ ഡൊമൈനിൽ ലിഗാൻഡ് ബൈൻഡിങ് സൈറ്റും ഇൻട്രാ സെല്ലാർ ഡൊമൈനിൽ എൻസൈം ആക്ടിവിറ്റിയാണ് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ രണ്ട് ടൈപ്പാണ്. ഫസ്റ്റ് വൺ റിസപ്റ്റർ വിത്ത് ഇൻട്രിൻസിക് എൻസൈം ആക്ടിവിറ്റി. അതിന് എക്സാമ്പിൾ തൈറോസിൻ കൈനേസ് റിസപ്റ്ററും ഗ്വാനൈലേറ്റ് സൈക്ലേസ് റിസപ്റ്ററും. ഇനി റിസപ്റ്റർ ദാറ്റ് ലാക്ക് ഇൻട്രിൻസിക് എൻസൈം ആക്ടിവിറ്റി ബട്ട് ഇറ്റ് ബൈൻഡ്സ് എ ജാക്സ്റ്റാറ്റ് കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആക്ടിവേഷന് വേണ്ടിയിട്ട് ജാക്സ്റ്റാറ്റ് കൈനേസിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സും ഉണ്ട്. ഇങ്ങനെ രണ്ട് ടൈപ്പ് റിസപ്റ്ററാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റേഴ്സിൽ. അപ്പോൾ ഫസ്റ്റ് റിസപ്റ്ററാണ് തൈറോസിൻ കൈനേസ് റിസപ്റ്റർ. ഇൻസുലിൻ, ഇൻ്റർലൂക്കിൻ, ഗ്രോത്ത് ഫാക്ടർ ഇതൊക്കെയാണ് തൈറോസിൻ കൈനേസ് റിസപ്റ്റർ. തൈറോസിൻ കൈനേസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാസെല്ലാർ എൻസൈമാണ് തൈറോസിൻ കൈനേസ്. അപ്പോൾ ഈ തൈറോസിൻ കൈനേസ് റിസപ്റ്റേഴ്സാണ് ഇൻസുലിൻ, ഇൻ്റർലൂക്കിൻ, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ. ഇനി തൈറോസിൻ കൈനേസ് റിസപ്റ്ററിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്? എന്ത് ചെയ്യും? അഗോണിസ്റ്റ് ബൈൻഡ് ടു അഗോണിസ്റ്റ് ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ അഗോണിസ്റ്റ് ബൈൻഡിങ് സൈറ്റ് എവിടെയാണ് ഉള്ളത്? എക്സ്ട്രാ സെല്ലാർ ഡൊമൈനിലല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ റിസപ്റ്ററിന് കൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. ദിസ് റിസൾട്ട്സ് ഇൻ ഡൈമറൈസേഷൻ ഓഫ് ദ റിസപ്റ്റർ. അതുവഴി ഇൻട്രാസെല്ലാർ എൻസൈം തൈറോസിൻ കൈനേസ് ആക്ടിവേറ്റഡ് ആവും അല്ലേ. റിസപ്റ്ററിന് കൺഫർമേഷൻ ചേഞ്ച് സംഭവിച്ചെങ്കിൽ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയെങ്കിൽ തൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈം കൂടി ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഈ തൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന എൻസൈം അണ്ടർഗോ ഓട്ടോ ഫോസ്ഫോറിലേറ്റഡ് ആവും. റിസപ്റ്ററിൽ വെച്ചിട്ട് തന്നെ ഇത് ഫോസ്ഫോറിലേറ്റഡ് ആവും.
അതുവഴി ഇൻട്രാസെല്ലാർ സിഗ്നലിംഗ് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആവും. സിഗ്നലിംഗ് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആയെങ്കിൽ ആ സിഗ്നലാണല്ലോ റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ മെക്കാനിസം ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയഗ്രാമൊക്കെ, എല്ലാം വരച്ച് തന്നെ പഠിക്കണം. ഇനി നെക്സ്റ്റ് ഗ്വാനൈലേറ്റ് സൈക്ലീസ് റിസപ്റ്റർ. ഏട്രിയൽ നാട്രിയൂരറ്റിക് പെപ്റ്റൈഡ് റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഗ്വാനൈലേറ്റ് സൈക്ലീസ് റിസപ്റ്ററാണ്. അപ്പോൾ ഈ ഗ്വാനൈലേറ്റ് സൈക്ലീസ് റിസപ്റ്ററിൻ്റെ മെക്കാനിസമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അഗോണിസ്റ്റ് GC റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഗ്വാനൈലേറ്റ് സൈക്ലീസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റഡ് ആവും. അതുവഴി CGMP സൈക്ലിക് GMP പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൈക്ലിക് GMP പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഗ്വാനൈലേറ്റ് സൈക്ലീസ് റിസപ്റ്റർ വഴി സെല്ലുലാർ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിസം ഷോ ചെയ്യുന്ന ഡയഗ്രാം. അപ്പോൾ മറ്റൊരു റിസപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസപ്റ്ററാണ് ജാക്സ്റ്റാറ്റ് റിസപ്റ്റർ. അപ്പോൾ ഈ ജാക്സ്റ്റാറ്റ് സിഗ്നലിംഗ് പാത്വേ എന്ത് ചെയ്യും, കെമിക്കൽ സിഗ്നൽ സെല്ലിൻ്റെ പുറത്തുള്ള കെമിക്കൽ സിഗ്നൽ ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിഗ്നലിംഗ് പാത്വേ ആണ് ജാക്സ്റ്റാറ്റ് സിഗ്നലിംഗ് പാത്വേ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും അവിടെ. ജാക്ക് എന്ന് പറയുന്നത് ജാനസ് കൈനേസ്, സ്റ്റാറ്റ് സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഈ ജാക്സ്റ്റാറ്റ് റിസപ്റ്ററിൽ മെയിനായിട്ട് 3 ഡൊമൈൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ റിസപ്റ്റർ, സെക്കൻഡ് വൺ ജാക്ക് എന്ന് പറയുന്നതും ഒരു റിസപ്റ്റർ തന്നെയാണ്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈറ്റോപ്ലാസ്മിക് തൈറോസിൻ കൈനേസ്. തേർഡ് വൺ സ്റ്റാറ്റ്, അത് പ്രസൻ്റ് ആയിട്ടുള്ളത് സൈറ്റോസോളാണ്. അപ്പോൾ ഈ ജാക്ക് മെയിൻലി കമ്പോസ്ഡ് ഓഫ് 4 ജാക്ക് പ്രോട്ടീൻസ് ആണ്, നെയിംലി ജാക്ക് 1, ജാക്ക് 2, ജാക്ക് 3 ആൻഡ് ടേക്ക് 2. TYK ആണ് ടേക്ക് 2. നെക്സ്റ്റ് മെക്കാനിസം. നമ്മൾ ലിഗാൻഡ് എന്ത് ചെയ്യും, ലിഗാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രോത്ത് ഫാക്ടർ ഓർ സൈറ്റോകൈൻ ജാക്സ്റ്റാറ്റ് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. റിസപ്റ്റർ അണ്ടർഗോ ഡൈമറൈസേഷൻ അല്ലേ, കൺഫോർമേഷണൽ ചേഞ്ച് സംഭവിക്കും റിസപ്റ്ററിന്. റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആവും, അതേപോലെ തന്നെ ജാക്കും കൂടി ആക്ടിവേറ്റഡ് ആവും. ജാക്ക് എന്ത് ചെയ്യും, തൈറോസിൻ റിസപ്റ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ള തൈറോസിൻ റെസിഡ്യൂവിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യിപ്പിക്കും. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അഡീഷൻ ഓഫ് ഫോസ്ഫറസ് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ ജാക്ക് തൈറോസിൻ റെസിഡ്യൂവിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തതിന് ശേഷം ജാക്ക് സ്റ്റാറ്റിനെ കൂടി ഫോസ്ഫോറിലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ 2 സ്റ്റാറ്റ് മോളിക്യൂൾ ഒരു ഡൈമർ ഫോം ചെയ്യും, എന്നിട്ട് അത് ന്യൂക്ലിയസിലേക്ക് എൻ്റർ ചെയ്യും, DNA ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ അവിടെ ടാർഗറ്റ് ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അതുവഴിയാണ് സെല്ലുലാർ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് മെക്കാനിസം ഷോ ചെയ്യുന്ന ഡയഗ്രാം. ഫസ്റ്റ് കാണുന്നത് ഹോർമോൺ ബൈൻഡിങ് സൈറ്റ് ആണ്. യു ഷേപ്പിൽ കാണുന്നത് ഹോർമോൺ ബൈൻഡിങ് സൈറ്റ് ആണ്. എ പാർട്ടിൽ കാണിക്കുന്നത് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡയഗ്രാമാണ്. ബി പാർട്ടിൽ കാണിക്കുന്നത് ബൈൻഡ് ചെയ്തതിന് ശേഷം. താഴെ കണ്ടോ, സ്റ്റാറ്റ് ഡൈമർ ഫോം ചെയ്യുന്നതും ഫോസ്ഫോറിലേറ്റ് ആവുന്നതും അതൊക്കെയാണ്. ആ ഒരു ബി എങ്ങനെയും വരച്ച് നന്നായി പഠിക്കാം. ഇനി ലാസ്റ്റ് റിസപ്റ്ററാണ് ന്യൂക്ലിയർ റിസപ്റ്റർ. അപ്പോൾ ഈ ന്യൂക്ലിയർ റിസപ്റ്റർ നമുക്കറിയാം, ന്യൂക്ലിയസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, സൈറ്റോപ്ലാസത്തിൽ അല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയസിലാണ് ഈ റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇൻട്രാസെല്ലുലാർ സൊല്യൂബിൾ പ്രോട്ടീൻസ് ആണ് ന്യൂക്ലിയർ റിസപ്റ്റർ. അപ്പോൾ ലിപ്പിഡ് സൊല്യൂബിൾ സബ്സ്റ്റൻസിന് റിസപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ റിസപ്റ്റർ. ലിപ്പിഡ് സൊല്യൂബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് സ്റ്റിറോയിഡൽ ഹോർമോൺസ്. ഇപ്പോൾ സ്റ്റിറോയിഡൽ ഹോർമോൺസിൻ്റെ റിസപ്റ്റേഴ്സാണ്, സ്റ്റിറോയിഡൽ ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സാണ് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇവിടെ എന്ത് ചെയ്യും, അഗോണിസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. എന്തുകൊണ്ടാണ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്, കാരണം റിസപ്റ്റർ ഇൻസൈഡ് ദ സെല്ലല്ലേ ഉള്ളത്, അതുകൊണ്ട് അഗോണിസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്തിട്ട് റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ റിസപ്റ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ള DNA ബൈൻഡിങ് സൈറ്റ് അത് ആക്ടിവേറ്റഡ് ആവും. ഇങ്ങനെ അഗോണിസ്റ്റ് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് DNA ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ റിസപ്റ്റർ ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പോൾ അഗോണിസ്റ്റ് റിസപ്റ്ററിലായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, അഗോണിസ്റ്റ് റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ദാറ്റ് പെനട്രേറ്റ്സ് എ ന്യൂക്ലിയസ് ആൻഡ് ബൈൻഡ് ടു ദ ജീൻ.
ജീനിലേക്ക് ബൈൻഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി ജാക്സ്റ്റാറ്റ് റിസപ്റ്ററിൽ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, അല്ലെ? ജീനിലേക്ക് ബൈൻഡ് ചെയ്തെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ സംഭവിക്കും. ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ സംഭവിച്ചാൽ നമുക്കറിയാം mRNA ഫോം ചെയ്യുന്നു. mRNA ഫോം ചെയ്തെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും. ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് പ്രോട്ടീൻസ് ഫോം ചെയ്യും. അങ്ങനെയാണ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ന്യൂക്ലിയർ റിസപ്റ്ററിൻ്റെ ഡയഗ്രാം. റിസപ്റ്ററിൽ ബൈൻഡിങ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നതും ഡൈമറൈസേഷൻ സംഭവിക്കുന്നതും ട്രാൻസ്ക്രിപ്ഷൻ, പിന്നെ mRNA ഫോം ചെയ്യുന്നതും പ്രോട്ടീൻ ഫോം ചെയ്തിട്ട് റെസ്പോൺസ് ഷോ ചെയ്യുന്ന ആ ഒരു ഡയഗ്രാമാണ്, ഈ മെക്കാനിസം പറയുന്ന ഡയഗ്രാമാണ് ഇത്. എല്ലാ ഡയഗ്രാമും വൃത്തിയായിട്ട് വരച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 4 റിസപ്റ്റേഴ്സും ചോദിക്കാറുണ്ട്, മാറി മാറി ചോദിക്കാറുണ്ട്. ഫസ്റ്റത്തെ സിഗ്നലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതും സെപ്പറേറ്റഡ് ആയിട്ട് റിസപ്റ്റർ, അയൺ ചാനൽ, ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽ റിസപ്റ്റേഴ്സ് എല്ലാം ചോദിക്കുന്ന സമയത്ത് എഴുതേണ്ട ഒരു പോർഷനാണ് സെൽ സിഗ്നലിംഗ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് 4 ടൈപ്സ് ഓഫ് റിസപ്റ്റർ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ.